إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിന്റെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലമാകൊണ്ടും
ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രാധാന്യം നൽകിയ ഹദീസുകളിലൂടെ ഒരുപാട് മഹത്വം വിശദീകരിക്കപ്പെട്ട ഷഹ്റു ശഅബാൻ, ശഅബാൻ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ശഅബാൻ മാസത്തിൽ ഒരു വിശ്വാസി എന്ത് ചെയ്യണമെന്നും എന്ത് തള്ളണമെന്നും ഏതൊക്കെ രൂപത്തിലാണ് അമലുകൾ അനുഷ്ഠിക്കേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് റമദാനിന് തൊട്ടു മുമ്പുള്ള ശഅബാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഒരു വർഷത്തിലെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഹ്റു ശഅബാൻ. ഇവിടെ നമ്മൾ അറിയേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇന്ന അമാലൽ ഇബാദി തുഅറദു അലല്ലാഹി തആല കുല്ലു യൗമിൻ വകുല്ലു ഉസ്ബൂഇൻ വകുല്ലു സനത്തിൻ. ഒരു അടിമയുടെ, അതായത് എന്റെയും നിങ്ങളുടെയും അമലുകൾ ഓരോ ദിവസങ്ങളിലും, ഓരോ ആഴ്ചകളിലും, അതുപോലെ തന്നെ വർഷങ്ങളിലും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അത് നമ്മിൽ എത്ര പേർക്കറിയാം? അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓരോ ദിവസവും ഉയർത്തപ്പെടുന്നതിനെ പറ്റി അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, യുർഫഉ ഇലൈഹി അമലുൽ ലൈൽ ഖബ്ല അമലിൻ നഹാർ വഅമലിൻ നഹാരി വഖബ്ല അമലുൽ ലൈൽ. പകലിലെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് രാത്രിയിലെ പ്രവർത്തനവും, രാത്രിയിലെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് പകലിലെ പ്രവർത്തനവും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. എങ്ങനെ? നമ്മൾ പകൽ ചെയ്ത കർമ്മങ്ങൾ രാത്രിയിലും, രാത്രി ചെയ്ത കർമ്മങ്ങൾ പകൽ സമയത്തും അല്ലാഹുവിലേക്ക് അങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഓരോ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ ആഴ്ചയിലോ تعرض الأعمال يوم الاثنين والخميس فأحب أن يعرض عملي وأنا صائم. ആഴ്ചയിലെ 2 ദിവസങ്ങളിൽ നമ്മുടെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. فأحب أن يعرض عملي وأنا صائم. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിരുന്നത്, സുന്നത്താക്കിയത്. ആ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോ ഞാനൊരു സ്വായിമകാരനാകണം, നോമ്പുകാരനാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഇനി വർഷത്തിലോ ഷഹ്റു ശഅബാൻ
وهو شهر ترفع فيه الأعمال إلى رب العالمين. ശഅബാൻ മാസം അത് വർഷത്തിലെ ഓരോ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഓരോ ദിവസങ്ങളിലും, ആഴ്ചയിലെ 2 ദിവസങ്ങളിൽ, അതുപോലെ തന്നെ വർഷത്തിൽ അല്ലാഹു അമലു സ്വീകരിക്കുന്ന മാസമെന്ന് പറയുന്നത് ഈ റമദാനിന് തൊട്ടുമുള്ള റജബിന് ശേഷമുള്ള ശഅബാൻ മാസമാണ്. അത് പറയാൻ കാരണം നമ്മുടെ ഇബാദത്ത് അധികരിപ്പിക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കാൻ, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസികളായ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി രണ്ടാമതായി ശഅബാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഈ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. عن أم المؤمنين عائشة رضي الله عنها قالت لم يكن النبي صلى الله عليه وسلم يصوم شهرا أكثر من شعبان فإنه كان يصوم شعبان كله. ശഅബാൻ മാസത്തേക്കാൾ ധാരാളമായി മറ്റൊരു മാസങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല. ഇത് റമദാനിന് ബാധകമല്ല. റമദാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങളിൽ വെച്ച് പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചത് ഈ ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാ, ലം അറാക തസൂമു ശഹ്റൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടിട്ടില്ല റസൂലേ. അതിന് കാരണമെന്താ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യർഫഅ അമലി വഅന സായിമുൻ. നേരത്തെ പറഞ്ഞ മറുപടി, വർഷത്തിൽ അല്ലാഹുവിലേക്ക് അമൽ ഉയർത്തപ്പെടുന്ന മാസമാണ്. ആ അമൽ ഉയർത്തപ്പെടുമ്പോ ഞാനൊരു സ്വായിമുകാരനാകാൻ, ഞാനൊരു നോമ്പുകാരനാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ ശഅബാൻ എന്ന് പറയുന്ന മാസം നമുക്ക് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാനും ഇബാദത്ത് ചെയ്യാനും നോമ്പനുഷ്ഠിക്കാനും ഒക്കെയുള്ള മാസമാണ്. ഇനി ശഅബാനുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ വിഷയം, ഈ ഒരു മാസം ജനങ്ങൾ ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ്. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുകയാ, ذلك شهر يغفل الناس عنه بين رجب ورمضان. റജബിനും റമദാനിനും ഇടയ്ക്കുമുള്ള ശഅബാൻ മാസത്തിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ്. കാരണം എന്താ? റജബ് പവിത്രമാക്കിയ മാസമാണ്. അത് കഴിഞ്ഞു. റമദാൻ പരിശുദ്ധ മാസമാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ, നോമ്പ് നിർബന്ധമാക്കിയ, നാം നോമ്പനുഷ്ഠിക്കേണ്ട മാസമാണ്. അതിനിടയിലുള്ള ഈ ഒരു മാസം ആളുകൾ ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്തൊരു മാസം. കാരണം റമദാൻ വരുന്നുണ്ട്, നമസ്കരിക്കേണ്ടി വരും, നോമ്പനുഷ്ഠിക്കേണ്ടി വരും, ഇബാദത്തുകളിൽ സജീവമാകേണ്ടി വരും. അപ്പൊ ഒരു അലസത ജനങ്ങൾക്ക് വരുന്നൊരു മാസമാണ് ഈ ശഅബാൻ എന്ന് പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് അലസത വരുമ്പോ, ജനങ്ങൾ മടി കാണിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് റസൂലിന് ഇഷ്ടമുള്ള സംഗതിയാ. തൂബാലിൽ ഖുറബാ, ഖുറബാക്കൾക്ക് മംഗളമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ, മനിൽ ഖുറബാ യാ റസൂലല്ലാഹ്, ആരാണ് ഖുറബാക്കൾ? പ്രവാചകൻ പറഞ്ഞു, الذين يصلحون إذا فسد الناس,
ജനങ്ങളൊക്കെ തിന്മയിലാ, ജനങ്ങളൊക്കെ കുഴപ്പത്തിലാ, ജനങ്ങളൊക്കെ തെറ്റിലാ, ജനങ്ങളൊക്കെ മടിയന്മാരാ, അലസന്മാരാ. ആ സമയത്ത് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് മംഗളം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, എവിടെയാ അള്ളാഹുവിനെ ഓർക്കാനുള്ള സമയം? വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തുണ്ട്. اقترب للناس حسابهم وهم في غفلة معرضون. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു, മരണം ആസന്നമായിരിക്കുന്നു. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധയിലായിക്കൊണ്ട് നടക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല, ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നില്ല. അവരുടെ മരണം അടുത്തെത്തിയിട്ടുണ്ട്, വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്, ഖിയാമത്ത് സംഭവിക്കാനായിട്ടുണ്ട്. പക്ഷേ അവർ അശ്രദ്ധയിലാണ്. മാത്രമല്ല, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം ചില ആളുകൾക്കില്ല. വറദൂ ബിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിൽ അവർ സംതൃപ്തി അടഞ്ഞിട്ടുണ്ട്. വത്മഅന്നു ബിഹാ, അതിൽ സമാധാനം കണ്ടെത്തിയിട്ടുണ്ട്. വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ അശ്രദ്ധയിലാണ്. അപ്പൊ അല്ലാഹുവിൽ അശ്രദ്ധരായിക്കൊണ്ട് നടക്കുന്നവരല്ല വിശ്വാസികൾ. പിന്നെ എന്തു ചെയ്യണം? അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണം. എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ബുഇസ്തു അന വസ്സാഅ കഹാതൈൻ, ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെട്ടത് ഇപ്രകാരമാണ്. വഅശാറ അസ്സബാബത വൽ വുസ്താ, പ്രവാചകൻ പറയാ, നടുവരലും ചുണ്ടുവരലും കാണിച്ചുകൊണ്ട് ഇങ്ങനെയാ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയും അടുത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടിട്ട് എത്ര വർഷം കഴിഞ്ഞു? അന്ന് ഇത്ര അടുത്താണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനൽ അസ്രി ഇലൽ മഗ്രിബ്, രാവിലെ സുബ്ഹി മുതൽ ളുഹർ കഴിഞ്ഞ് അസ്ർ വരെ ഒരുപാട് സമയമുണ്ട്. പിന്നെ മിനൽ അസ്ർ ഇലൽ മഗ്രിബ് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ ദുനിയാവിന്റെ കാലമുള്ളൂ എന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുക. സൂര്യൻ അസ്തമിക്കാൻ സമയത്ത് ഒരു മലമുകളിലേക്ക് നോക്കിയാൽ കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. കിഴക്കിൽ നിന്ന് ഒരുപാട് സഞ്ചരിച്ച് അത് അസ്തമിക്കാൻ കുറച്ച് സമയമില്ലേ? അത്ര മാത്രമേ ദുനിയാവിന്റെ കാലമുള്ളൂ. ഒരു മനുഷ്യൻ അങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു മരത്തണലിൽ അവൻ വിശ്രമിക്കുകയാണ്. 5-10 മിനിറ്റ് മാത്രമേ മരത്തണൽ അവന്റെ നേരുണ്ടാവുള്ളൂ. പിന്നെ തണല ദിശ മാറും. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത്ര ദുനിയാവിന്റെ അവസ്ഥയുള്ളൂ. അത്ര മാത്രമേ ദുനിയാവുള്ളൂ. ആ സമയത്ത് അല്ലാഹു നമുക്ക് നൽകിയ ആയുസ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് ചില മാസങ്ങൾ, അതല്ലെങ്കിൽ ചില ദിവസങ്ങളൊക്കെ പ്രത്യേകതയായിക്കൊണ്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദൂവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. വിനയത്തോടും ഭയത്തോടുകൂടിയും രാവിലെയും വൈകുന്നേരവും നീ റബ്ബിനെ ആരാധിക്കണേ, റബ്ബിനെ ഓർക്കണേ. വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധരായി നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാകരുത്. അശ്രദ്ധ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ ശഅബാനിൽ ജനങ്ങൾ ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന മാസമാണ്. ഇനി നാലാമത്തെ വിഷയം, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് പൂർത്തിയാക്കാൻ അവസാന സമയമാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. റമദാനിലെ നോമ്പിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക്
നിങ്ങൾ യാത്രയിലായി, അതല്ലെങ്കിൽ മരീദ് നിങ്ങൾ രോഗിയായി, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ മറ്റുള്ള ദിവസങ്ങളിൽ അത് നോറ്റുവിട്ടണം. അല്ലാതെ വൈകിപ്പിക്കാൻ പാടില്ല. അത് അവസാനത്തെ ഒരു മാസമാണ് നമുക്ക് ശഅബാൻ എന്ന് പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാന വമാ അസ്തതിഉ അൻ അഖ്ദി ഇല്ലാ ഫി ശഅബാൻ. റമളാനിലെ നോമ്പ് എനിക്ക് നോറ്റുവിട്ടാൻ ബാക്കിയുള്ളത് ശഅബാനിലാണ് നോറ്റുവിട്ടാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അവസാന ഒരു ഘട്ടമാണ് നമുക്ക് ശഅബാൻ എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഇനി അഞ്ചാമതായി ശഅബാനുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തംവീൻ വത്തദ്രീബ് അല സിയാമി മിന റമളാൻ. റമളാനിലെ നോമ്പിലേക്കുള്ള ഒരു പരിശീലനമാണ്, തംവീനാണ് ശഅബാൻ എന്ന് പറയുന്നത്. നോക്കൂ, നമുക്ക് എന്തിനും പരിശീലനം ആവശ്യമാണ്. രണ്ട് ടീമുകൾ തമ്മിൽ ഒരു മാച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല വിജയം കാഴ്ചവെക്കാൻ നല്ല പരിശീലനം നടത്തും ആ കളിക്ക് മുമ്പായിക്കൊണ്ട്. യഥാർത്ഥ രൂപത്തിൽ നമുക്ക് നീന്താൻ കഴിയണമെങ്കിൽ, അതല്ലെങ്കിൽ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയണമെങ്കിലൊക്കെ നമുക്ക് പരിശീലനം ആവശ്യമാണ്. റമളാനിലെ നോമ്പിന്റെ ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ ശഅബാൻ എന്ന് പറയുന്നത്. കാന അംറു ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറ്റി പറയാം, ഇദാ ദഖല ശഅബാൻ മാസം കടന്നു വന്നാൽ അഖ്ലഖ തിജാറതുഹു, അദ്ദേഹത്തിന്റെ കച്ചവടം അദ്ദേഹം ഒഴിവാക്കും. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിനും മറ്റുള്ള ഇബാദത്തുകൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം സമയം മാറ്റിവെക്കുമായിരുന്നു. അപ്പൊ നമുക്ക് റമളാനിലേക്കുള്ള ഒരു പരിശീലനം കൂടിയാണ് ഈ ശഅബാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരണം. സാരിഉ വസാബിഖൂ, നിങ്ങൾ മത്സരിക്കണം എന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ കാര്യങ്ങൾക്കുപരി ഈ ശഅബാൻ മാസത്തിൽ മുമ്പ് നമ്മൾ റജബിനെ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ ആളുകൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട്, ചെയ്തു പോരുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു വിഷയം ചെയ്താൽ, അത് സ്വീകരിച്ചാൽ അതിന്റെ ഗൗരവം എത്രയുണ്ട് എന്ന് ഈ ആളുകൾക്കറിയില്ല. നോക്കൂ, നിങ്ങൾ തശഹുദിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന ഭാഗത്ത് ഒരു സഹാബി അയ്യുഹർ റസൂൽ എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, മാറ്റാൻ നിനക്ക് അവകാശമില്ല. ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ നീ പറയണം. പ്രവാചകൻ പഠിപ്പിക്കാത്ത വാക്ക് മാറ്റിയപ്പോ, ഒരു ഹർഫ് മാറ്റിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയാണ്. അതുപോലെ തന്നെ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇദാ അവா ഇലാ ഫിറാശിഹി
നാമ അലാ ഷിഖ്ഇൽ ഐമൻ, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് ആയാത്തുകളുണ്ട്, ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അതൊക്കെ ചൊല്ലിയിട്ട് അവസാനം നീ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം നിന്റെ ഭാര്യയോട് പോലും നീ മിണ്ടാൻ പാടില്ല. ആ പ്രാർത്ഥന ഏതെന്നറിയുമോ? اللهم إني أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رهبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന. ഇത് ചൊല്ലിയാൽ പിന്നെ ഒരു ഹർഫ് നമ്മൾ മിണ്ടാൻ പാടില്ല. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെ കിടക്കുന്നത്? ഉദൂഹ് പോലും എടുക്കാതെ ക്ഷീണം കൊണ്ട് നേരെ ബെഡിലേക്ക് പോയി ഒറ്റക്കിടത്താം. എത്ര ദിവസം ഒരാൾ 70 വയസ്സ് വരെ ഇത്തരത്തിലുള്ള പ്രാർത്ഥന ചൊല്ലാതെയാണ് ജീവിച്ചു പോയതെങ്കിൽ എത്ര നഷ്ടമാവർക്ക്. എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് പറയാൻ പറ്റൂല. ആ ദുആ ചൊല്ലി നമ്മൾ ആരോടും മിണ്ടാതെ കിടന്നുറങ്ങിയാൽ അവൻ സ്വർഗത്തിലാണ്. ഈ പ്രാർത്ഥനയുടെ അവസാനം ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത എന്ന് കഴിഞ്ഞിട്ട് വബിനബിയിക്കല്ലദീ അർസൽത എന്നുള്ളത് വബിറസൂലിക്കല്ലദീ നാക്കി ഒരു സഹാബി. പ്രവാചകൻ പറഞ്ഞു പാടില്ല. ഞാൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അതിന്റെ ഗൗരവം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൗദുൽ കൗസറിൽ നിന്ന് അട്ടിയോടിക്കപ്പെടുന്ന വിഭാഗമാണ്. റസൂല് പറയും എന്റെ ഉമ്മത്തിലുള്ള ആളുകളല്ലേ. അപ്പൊ പ്രവാചകനോട് പറയും ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക, നിനക്ക് ശേഷം ദീനിൽ കൊണ്ടുവന്നത് പ്രവാചകരെ താങ്കൾക്കറിയില്ല. നീ പഠിപ്പിക്കാത്ത കാര്യം ചെയ്ത ആളുകൾ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ പാരായണം ചെയ്തില്ലേ? ഖുൽ അൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ വിഭാഗത്തെ നിങ്ങൾക്കറിയുമോ? അല്ലദീന ളല്ല സഅയുഹും ഫീ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവർ ചെയ്തതെല്ലാം അവർക്ക് ബാത്തിലായി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ വിചാരിക്കും ഇതൊക്കെ നല്ലതാണ്. അങ്ങനെയാണ് ബിദ്അത്ത് ചെയ്യുമ്പോൾ അതൊക്കെ നല്ലതാ. പ്രവാചകന്റെ ജന്മദിനമല്ലേ, പ്രവാചകനെ മദ്ഹ് പറയലല്ലേ, അതിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യലല്ലേ, മിഅറാജ് നോമ്പ് നല്ലതല്ലേ, നോമ്പല്ലേ, അള്ളാഹു പ്രതിഫലം നൽകുന്നതല്ലേ. എന്തിനാണ് ഇക്കൂട്ടർ കുറ്റം പറയുന്നത്? നല്ലതായിട്ട് യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, നല്ലതായിട്ട് തോന്നും. പക്ഷേ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യമാണ്. അതാണ് ഈ ശഅബാൻ 15ന്റെ ബറാഅത്ത് എന്ന് പറയുന്ന ആളുകൾ, ബറാഅത്ത് എന്ന പേരിൽ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഈ രാവിലാണെന്ന് പോലും വാദിക്കുന്നവരുണ്ട്. നഊദു ബില്ലാഹ്. ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറാ, ശഅബാനിന്റെ പകുതി ആയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിന്ന് നമസ്കരിക്കണം. അതിന്റെ രാവിൽ പകൽ സമയത്ത് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ബറാഅത്ത് നോമ്പ് എന്ന് പറയും. പ്രവാചകൻ പഠിപ്പിച്ചതാണല്ല. നോമ്പല്ലേ എന്ന് വിചാരിച്ച് ചെയ്താലോ? പ്രവാചകൻ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നവനാ. അതുപോലെ തന്നെ അവൻ ബിദ്അത്ത് ചെയ്തവനാ. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പുത്തനാചാരങ്ങളും ബിദ്അത്താണ്, വഴികേടാണ്. ആ വഴികേട് ചെന്നെത്തിക്കുന്നത് അത് നരകത്തിലേക്കാണ്. അപ്പൊ ശഅബാൻ 15ന്റെ ഒരാൾ എന്തുദ്ദേശത്തോടു കൂടി നോമ്പ് നോറ്റാൽ സ്വീകരിക്കും? മാസത്തിലുള്ള, അറബി മാസത്തിലുള്ള 13, 14, 15 അയ്യാമുൽ ബീദ്, അതുപോലെ തന്നെ തിങ്കൾ, വ്യാഴം, അത് 15-ന് വന്നാൽ, അതുപോലെ തന്നെ മറ്റു സുന്നത്ത് നോമ്പുകൾ, ശഅബാനിൽ നേരത്തെ പറഞ്ഞ സുന്നത്ത് നോമ്പുകളൊക്കെ നമ്മൾ ഈ ഡേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് ഗണത്തിൽ പെടൂല. അതല്ലാതെ ബറാഅത്ത് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ
അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ സ്വലാത്തുൽ അൽഫിയ, ശഅബാനിന്റെ 15-ാം രാവിൽ 100 റക്അത്ത് നിന്ന് നമസ്കരിക്കുക. ഓരോ റക്അത്തിലും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അതുപോലെ റജബിലെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, റജബിലെ ആദ്യ ജുമുഅ ദിവസം മഗ്രിബിനും ഇശാഇനും ഇടയിൽ നമസ്കരിക്കുന്ന 12 റക്അത്ത് സ്വലാത്തുർ റഗായിബ് നമസ്കാരം. ഇമാം നബി പറയാ ഈ 2 കാര്യങ്ങളെ കുറിച്ചിട്ടും ഹതാനി സ്വലാത്താനി ബിദ്അത്താനി വ മുൻകറാനി, 2 നമസ്കാരങ്ങളും ബിദ്അത്താണ്, അതുപോലെ തന്നെ നിഷേധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്ര യാസീൻ ഓതിയാൽ അവന്റെ പ്രയാസങ്ങൾ മാറും, അതുപോലെ തന്നെ ആരോഗ്യമുണ്ടായും ദീർഘായുസ്സുണ്ടാവും, മരണസമയത്ത് ഈമാനോടുകൂടി മരണപ്പെടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങള് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അറിയുക, ലഅനല്ലാഹു മൻ ആവാ മുഹദ്ദസൻ, പുത്തൻ ആചാരം ആരുണ്ടാക്കിയാലും അള്ളാഹു അവരെ ശപിച്ചിട്ടുണ്ട്. അത്തരം ശാപത്തിന് വിധേയമായ ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ശഅബാൻ നമുക്ക് ഒരു മുന്നൊരുക്കത്തിന്റെ മാസമാണ്, റമദാനിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ മാസമാണ്. നോമ്പിലൂടെ, നമസ്കാരങ്ങളിലൂടെ, സദഖകളിലൂടെ, മറ്റു ഇബാദത്തുകളിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ കടം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അള്ളാഹു അവരുടെ രോഗത്തിന് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇസ്ലാഹി പ്രബോധന വീതിയിൽ നിറസാന്നിധ്യമായിരുന്ന കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റും കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ആദരണീയരായ പണ്ഡിതൻ എം മുഹമ്മദ് മദനി ചികിത്സയിലായിരുന്നു. ഇന്നലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത മുഴുവൻ സൽക്രമങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസുൽ അഅലയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد. آمين آمين برحمتك يا أرحم الراحمين.